ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ദിവാലി സ്വീറ്റാണ്. കരഞ്ചി എന്നാണ് പേര്. അതിലേക്ക് ആവശ്യമുള്ളത് റവ, പഞ്ചസാര പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് ചൂടാക്കി പൊടിച്ചത്, പിസ്ത ചൂടാക്കി പൊടിച്ചത്, 4 ഏലക്കായ. ഈ ഒരു കപ്പിലാണ് ഞാൻ പഞ്ചസാര എല്ലാം എടുത്തിരിക്കുന്നത്. 240 ഗ്രാം പഞ്ചസാരയാണ്. റവ നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പാണ്, പഞ്ചസാര 1 കപ്പ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊപ്ര ആവശ്യമുണ്ട്. കൊപ്ര ചൂടാക്കി പൊടിച്ചെടുക്കണം. ഈ ഒരു കപ്പിലാണ് കൊപ്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് റവ നല്ല ചുവന്ന കളറാവുന്ന വരെ ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ കൊപ്രയും അതുപോലെ ചെയ്ത് മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നോക്കിയേ, ഈ ഒരു ബൗളിൽ ഞാൻ 2 കപ്പ് റവ 2 സ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ച് ചൂടാക്കി എടുത്തതാണ്. നല്ല ചുവന്ന കളറ് ആവുന്ന വരെ ചൂടാക്കി എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊപ്ര ഇതുപോലെ ചിരകി ചൂടാക്കി പൊടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർക്കാം. ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് ഇനി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാ അളവുകളും കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിലെന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാര ഇട്ടാൽ തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പിസ്തയും കാഷ്നട്ടും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അളവ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പാലാണ്. പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അധികം പാല് വേണ്ട. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ബൗൾ പാലാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ഇവിടെ റെഡിയായി. ഈ ഒരു മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും പിസ്തയും ഏലക്കയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫില്ലിങ് നമ്മൾ റെഡിയാക്കി. ഇനി അതിൻ്റെ പുറമേയുള്ള കവറാണ് ഉണ്ടാക്കുന്നത്. അത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് 1/2 കിലോ മൈദയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇനി വളരെ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം വലിപ്പവും പാടില്ല, അതുപോലെ തന്നെ കട്ടി ഒട്ടും പാടില്ല. നേരിയതായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണിൽ കൂടുതൽ നമ്മൾ ഇട്ട് കൊടുത്താൽ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 സ്പൂൺ തന്നെ ധാരാളമാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മിക്സ് ചേർക്കുമ്പോൾ ഒരു സൈഡിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. എന്നിട്ട് നമ്മൾ ഒരു വിരൽ വെള്ളത്തിൽ മുക്കി ഇതേപോലെ ഒന്ന് സൈഡിൽ ഒന്ന് തേച്ച് കൊടുക്കുക.
എന്നിട്ട് മേലത്തെ ഭാഗം നമ്മൾ മടക്കി വെച്ച് ഒന്ന് അമർത്തി കൊടുക്കണം. എല്ലാ സൈഡും നന്നായി അമർത്തി കൊടുക്കുക. ഉള്ളിലുള്ള മിക്സ് പുറത്ത് വരാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ കട്ടർ പാത്രം വാങ്ങുന്ന ഏത് കടയിൽ നമുക്ക് എളുപ്പം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പം ഞാൻ ഒരു 5-6 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ വറുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ തീ വയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് നന്നായി വീർത്ത് വരുന്നത് നമുക്ക് കാണാം. പതിയെ നമുക്ക് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു സൈഡ് നന്നായി വീർത്ത കാരണം നമുക്ക് മറിച്ചിടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പം നമ്മൾ പതിയെ ഇതെല്ലാം നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും മൊരിച്ചെടുക്കാം. രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. സൈഡിൽ ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കരിഞ്ചി ഇട്ട് കൊടുക്കാം, എണ്ണ വാർന്ന് വരാനായിട്ട്. കരിഞ്ചി നമുക്ക് 2 ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയുള്ളത് റൗണ്ട് ഷേപ്പാണ്. റൗണ്ട് ഷേപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടി നമ്മൾ മാവ് റൗണ്ടായിട്ട് പരത്തുക. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പരത്താണ്. കുറച്ച് വലുതായിട്ട് പരത്തിയെടുക്കണം. നേരത്തേലും കുറച്ച് വലുതായി പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നടുക്കായിട്ട് മിക്സ് ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ സൈഡിലാണ് ഇട്ട് കൊടുത്തത്, ഇത് നടുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വലുതായി പരത്തി കാരണം ഞാനൊരു 2.5 സ്പൂണ് മിക്സ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ നമ്മൾ വെള്ളം ചുറ്റും പുരട്ടി കൊടുക്കുക. നേരത്തെ ഒരു സൈഡിലാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ രണ്ടാമത്തെയും വെച്ച് നന്നായി അമർത്തി കൊടുക്കുക. ഇനി കട്ടർ വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതേ റൗണ്ടിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ കരിഞ്ചി നമുക്ക് ഈ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കരിഞ്ചി ഉണ്ടാക്കുന്നത്. റെസിപ്പി കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ടേസ്റ്റിൽ അടിപൊളിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിനി ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതേ നല്ല ക്രഞ്ചിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഏവർക്കും ഫ്ലേവേഴ്സ് ഫ്രം ഹോമിൻ്റെ ദീപാവലി ആശംസകൾ.